റമദാനിൽ നോമ്പെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പുലർച്ചെ അത്താഴം കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പ് പിടിക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് 3 ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കണം. ദിവസവും മെഡിസിൻ കഴിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് എന്തായാലും എടുക്കണം. മെഡിസിൻ കഴിക്കുന്നവർ ഈ സമയത്ത് രാവിലെ തന്നെ കഴിക്കാൻ ശ്രമിക്കാം. അത്താഴം കഴിക്കുന്നതിലും പ്രത്യേകം സുന്നത്തുണ്ട്. പിന്നെ നോമ്പ് മുറിക്കുന്ന സമയത്ത് സിട്രിക് അടങ്ങിയിട്ടുള്ള നാരങ്ങ, മുസമ്പി ഇങ്ങനെയുള്ള ജ്യൂസുകൾ കഴിയുന്നത് ഒഴിവാക്കുക. സാധാരണ പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതിനേക്കാളും കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇപ്പം പ്രത്യേകിച്ച് വേനൽക്കാലല്ലേ, അതുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അത് ശീലാക്കുക. ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ കുടിക്കാൻ ശ്രമിക്കുക. നോമ്പ് മുറിച്ചത് മുതൽ അത്താഴം വരെയുള്ള സമയത്തിനുള്ളിൽ കുടിച്ചു തീർത്താൽ മതി. പിന്നെ പഞ്ചസാര, ഡീപ്പ് ഓയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ തരുന്ന ഒന്നാണ് ചായ, കാപ്പി. അതൊക്കെ അമിതമായി കുടിക്കാതിരിക്കുക. തീരെ പറ്റാത്ത ആളാണെങ്കിൽ 1 ഗ്ലാസ് കുടിക്കാം. അതുപോലെ തന്നെ തൈര് മാക്സിമം കഴിക്കാൻ ശ്രമിക്കണം. പ്രോബയോട്ടിക് ആയിട്ടുള്ള ഇത് നോമ്പ് കാലങ്ങളിൽ ബോഡിനെ കൂളാക്കാൻ കൂടുതലും ഹെൽപ്പ്. പിന്നെ അതിനിടയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷവും വൈകുന്നേരം അസറിന് ശേഷവും കഴിവതും ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും.